സെപ്റ്റംബർ 11 വിശുദ്ധ പഫ്നൂഷ്യൂസിന്റെ തിരുനാൾ ആചരിച്ച് ആഗോള സഭ. ഈജിപ്തിലാണ് വിശുദ്ധ പഫ്നൂഷ്യൂസ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതം മഹാനായ വിശുദ്ധ ആന്റണിയുടെ കീഴിൽ മരുഭൂമിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അനേകം വർഷങ്ങളോളം ആത്മസംയമനം പാലിച്ച അദ്ദേഹം ആത്മീയ ശിക്ഷണത്തിൽ കഴിഞ്ഞതിനു ശേഷം അപ്പർ തൈബിഡിന്റെ ബിഷപ്പായി പഫ്നൂഷ്യൂസ് നിയമിക്കപ്പെട്ടു. റോമൻ ചക്രവർത്തിയായ മാക്സിമിനിസിന്റെ കാലത്ത് ക്രിസ്ത്യാനികൾ അതിക്രൂര പീഡനങ്ങൾ നേരിട്ടപ്പോൾ പഫ്നൂഷ്യൂസും വിശ്വാസത്തിന്റെ പേരിൽ വലിയ പീഡനങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നത്. അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് ചൂഴ്ന്നെടുക്കപ്പെട്ടു, ഒരു കാൽ മുറിച്ചു മാറ്റപ്പെട്ടു, തുടർന്ന് ഖനിയിലെ കഠിനമായ ജോലിക്ക് അയക്കപ്പെട്ടു. എന്നാൽ പിന്നീട് സഭയ്ക്ക് സ്വാതന്ത്ര്യം തിരിച്ചു കിട്ടിയപ്പോൾ അദ്ദേഹം തന്റെ വിശ്വാസികളുടെ ഇടയിൽ തിരികെ എത്തി. തന്റെ കഠിനമായ പീഡകളുടെ പാടുകൾ ഉൾക്കൊണ്ട ഒരു ജ്വലിച്ച സാക്ഷിയായി അദ്ദേഹം മാറുകയുണ്ടായി. അദ്ദേഹം കത്തോലിക്ക വിശ്വാസത്തെ എതിർത്ത ആര്യൻ പാഷാണ്ഡതയോട് ശക്തമായി പോരാടുകയും ആദ്യത്തെ സഭായോഗമായ AD 325 നടന്ന നിഖ്യ സൂനകദോസിൽ പ്രതിനിധിയായി പങ്കെടുക്കുകയും ചെയ്തു. മഹാനായ വിശുദ്ധ പഫ്നൂഷ്യൂസ് എന്ന വിശേഷണത്തോടെയാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ചരമവാർഷികം വ്യക്തമല്ലെങ്കിലും സെപ്റ്റംബർ 11 അദ്ദേഹത്തിന്റെ തിരുനാളായി സഭ ആചരിക്കുന്നത്. ഈ മഹാനായ വിശുദ്ധന്റെ ജീവിതം ആത്മസമർപ്പണത്തിന്റെയും വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും ഉജ്ജ്വല ഉദാഹരണമായാണ് സഭ വിലയിരുത്തുന്നത്. വിശുദ്ധ പഫ്നൂഷ്യൂസ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.